അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് പുതിയ വ്ളോഗെന്ന് പറഞ്ഞെങ്കിൽ ഇത് പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ചിത്രം കൊടുക്കാനായിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നതാണ്. ഇത് ബോച്ചയുടെ ആ ഒരു ബട്ടൺ ചിത്രം കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് നേരത്തെ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പം എൻ്റെ എന്ത് ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ എൻ്റെ കൂടെ ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അളിയനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകളൊന്നും എനിക്ക് പറ്റുകയില്ല എന്നുള്ളൊരു മനസ്സായിരുന്നു കേട്ടോ. അപ്പം അളിയൻ ധൈര്യമായിട്ട് കൂടെ നിന്നു. ഇങ്ങനെ വേണ്ട ഇപ്പോൾ ബോച്ചയെ കാണാനായിട്ട് എനിക്ക് അവസരമുണ്ടായി, സുരേഷ് ഗോപിയെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിനെല്ലാം എനിക്ക് പോകാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഒത്തിരി മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസ്ഥ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എത്രത്തോളം സന്തോഷം തരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുക, നല്ല സ്ഥലങ്ങളെല്ലാം കാണുക എന്നൊക്കെ പറയുന്ന വലിയൊരു സന്തോഷം നിറഞ്ഞൊരു ലൈഫിൽ കിട്ടാവുന്ന വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ വണ്ടിയെ തന്നെ ഇരിക്കുമായിരുന്നു. അന്നേരം ചേട്ടായി അളിയൻ പറയുമായിരുന്നു അകത്ത് വന്നിരുന്ന് കഴിക്കുക, പിടിച്ചുകൊണ്ട് പോകാനൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര അപകർഷതാബോധമൊക്കെ ആയിരുന്നു കേട്ടോ. കയറത്തില്ല, നടക്കുന്ന കാണുമ്പോൾ ആൾക്കാരെന്ത് ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അതെല്ലാം മാറി കേട്ടോ. പിന്നെ ട്രെയിനൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ, അതൊക്കെ ഇങ്ങനെ നിർത്തി വലിയ അത്ഭുതത്തോടു കൂടി നമ്മൾ കാണുവാണ്. പിന്നെ നമ്മുടെ ഇടുക്കിയിലെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിമാനം കാണുക, ട്രെയിൻ കാണുക എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ബീച്ചിൽ പോയി കേട്ടോ. ആലപ്പുഴ ബീച്ചിൽ പോയി ഞാൻ പതിയെ നടന്നു വരുവാണ്. അപ്പം നമ്മുടെ ജോൺ ബി ഉണ്ട്, അവൻ എൻ്റെ കൂടെ തന്നെ നിന്ന് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഞാൻ ചവിട്ടുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ട്. നമുക്ക് ചവിട്ടുന്ന അറിയത്തില്ലെങ്കിൽ പോലും, പക്ഷെ താഴ്ന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അവനിങ്ങനെ സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പോൾ കുറേ ലുലു മാളുകൾ തകർന്ന് അവിടെ കിടപ്പുണ്ട്. അപ്പം നടന്ന് ഞാൻ ഒരു വിധത്തി അവിടെ കടലിൻ്റെ സൈഡിലെത്തി. കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അവിടെ നിന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ എല്ലാം നനഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ഒത്തിരി ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ഒത്തിരി സന്തോഷങ്ങൾ തരും കേട്ടോ. അപ്പം കഴിവതും നിങ്ങൾ പറ്റുന്ന പോലെല്ലാം യാത്ര ചെയ്യുക, സന്തോഷിക്കുക.